രാജ്യത്തെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിച്ച് പാചകവാതക വിലയിലെ വർധനവ്. റംസാൻ, വിഷു തുടങ്ങിയ ഉത്സവ സീസണുകൾ അടുത്തിരിക്കെ പാചകവാതക വില വർദ്ധിപ്പിച്ചത് സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. രാജ്യത്തെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിന് തിരിച്ചടിയാവുകയാണ് പാചകവാതക വിലയിലെ വലിയ വർധനവ്. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയിലുണ്ടാകുന്ന മാറ്റങ്ങളും പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയുമാണ് ഈ വിലക്കയറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പുതിയ തീരുമാനപ്രകാരം 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക സിലിണ്ടറിന് ഒറ്റയടിക്ക് 60 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 11 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ ഇത്രയും വലിയ മാറ്റം വരുന്നത്. ഇതിനു പുറമെ ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപ വീതവും വർദ്ധിച്ചിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ ഈ മാസം ആദ്യം തന്നെ ചെറിയ വർധനവുണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വില കൂട്ടിയിരിക്കുന്നത്. കേരളത്തിൽ ഗാർഹിക സിലിണ്ടറിന് നിലവിൽ ഏകദേശം 862 രൂപ മുതൽ 865 രൂപ വരെയായിരുന്നു നിരക്ക്. പുതിയ 60 രൂപയുടെ വർധനവോടെ നിലവിൽ വരുന്നതോടെ ഉപയോക്താക്കൾ ഒരു ഗാർഹിക സിലിണ്ടറിന് ഏകദേശം 922 രൂപ മുതൽ 925 രൂപ വരെ നൽകേണ്ടി വരും. അതേസമയം വാണിജ്യ സിലിണ്ടറുകളുടെ വില 115 രൂപ വർദ്ധിച്ചതോടെ ചെറുകിട വ്യാപാരികൾക്കും ഹോട്ടൽ ഉടമകൾക്കും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുകയാണ്. പ്രാദേശിക നികുതികളിലെ വ്യത്യാസമനുസരിച്ച് വിവിധ നഗരങ്ങളിൽ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കും. റംസാൻ, വിഷു തുടങ്ങിയ ഉത്സവ സീസണുകൾ അടുത്തിരിക്കെ പാചകവാതക വില വർദ്ധിച്ചത് സാധാരണക്കാർക്ക് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുന്നത് ഹോട്ടലുകളുടെ ഭക്ഷണ സാധനങ്ങളുടെ വില കൂടുന്നതിനും കാരണമാവുകയാണ്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.